പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബംഗ്ലാദേശ് മുഖ്യോപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് കൂടിക്കാഴ്ച നടത്തുകയാണ്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾ ഈയൊരു കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. ബാങ്കോക്കിൽ നടക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്കിടെയാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നമുക്കറിയാം ബംഗ്ലാദേശിൽ ചില നിർണായക സംഭവ വികാസങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. എന്തൊക്കെ മറ്റു വിവരങ്ങളാണ് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്? തീർച്ചയായും നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഏറെ നിർണായകമായ ചർച്ചയിലെ ഘടകം, അതായത് അല്പസമയം മുമ്പ് ബിംസ്റ്റെക് ഉച്ചകോടിക്കിടെ നടക്കുന്ന ഈ മുഹമ്മദ് യൂനുസിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഹിന്ദു പീഡനങ്ങൾ, അതായത് ഹിന്ദുക്കളെയും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളും അക്രമങ്ങളും തന്നെയാണ്. അവിടെ പല രീതിയിലുള്ള അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ആക്രമണങ്ങൾ, നേരിട്ടുള്ള ആക്രമണങ്ങൾ, രക്തച്ചൊരിച്ചിലുണ്ടാകുന്ന ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹിന്ദു സന്യാസിമാരെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടാകുന്നു. തുടർച്ചയായി ഹിന്ദു വിശ്വാസികൾക്കെതിരെ കടുത്ത ആക്രമണങ്ങൾ സംഘടിതമായി നടക്കുന്ന ഒരു രീതി ബംഗ്ലാദേശിൽ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയം തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. നമുക്കറിയാവുന്നതാണ്, RSS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വളരെ കൃത്യമായ പ്രമേയങ്ങൾ ഇക്കാര്യത്തിൽ അവതരിപ്പിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് പോലും ഈ ന്യൂനപക്ഷ പീഡനത്തിനെതിരെ, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടുകൾ ബംഗ്ലാദേശിൽ തുടരുന്നതിനിടെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഏറ്റവും സുപ്രധാനമായി പരാമർശിക്കപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് നിരവധിയായ വാണിജ്യപരമായ വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റു അനുബന്ധ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ചർച്ചകൾ നടക്കും. ഉഭയകക്ഷി ഇടപെടൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധിയായ വിഷയങ്ങൾ വാണിജ്യവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അനുബന്ധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ ഭാരതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന കൃത്യമായ ഒരു നീക്കം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി അധികാരത്തിലേറി, NGS സർക്കാർ അധികാരത്തിലേറി 10 വർഷം കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നത് നൈബർ ഫസ്റ്റ് എന്ന നയതന്ത്ര നയമാണ്. അതായത് ആ ഒരു ഡിപ്ലോമാറ്റിക് പോളിസിയിലാണ് ഭാരതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആദ്യ പരിഗണന അയൽക്കാർക്ക് നൽകുക, അയൽ രാജ്യങ്ങൾക്ക് നൽകുക, അവരെ പ്രത്യേകമായി പരിഗണിക്കുക എന്ന നിലപാടാണ്. ഇതിന് വിരുദ്ധമായ ഒരു നീക്കം, അതായത് പാകിസ്ഥാനുമായുള്ള ചില ബന്ധങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളായി അത് വളരുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ചർച്ച. അതായത് ഭാരതത്തിന്റെ സൈനിക സുരക്ഷയും അതിർത്തി സുരക്ഷയുമായുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ വൈവിധ്യങ്ങളാർന്ന നിരവധി വിഷയങ്ങളും എല്ലാം തന്നെ ചർച്ചയിൽ കടന്നു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, അതുപോലെ തന്നെ മറ്റു മൈനോറിറ്റികൾക്ക്, അതായത് ഹിന്ദുക്കൾക്കും മറ്റു വിഭാഗങ്ങൾക്കുമെതിരെ നടക്കുന്ന ആ ഭീകരമായ അതിക്രമങ്ങൾക്കെതിരായ നടപടി തന്നെയായിരിക്കും ഊന്നൽ നൽകുക എങ്കിൽ കൂടി വാണിജ്യപരമായതും അതുപോലെ തന്നെ മറ്റു നയതന്ത്ര കാര്യമായ വിഷയങ്ങളിലും എല്ലാം തന്നെ കാര്യമായ ചർച്ചകൾ നടക്കുമെന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടിക്കാഴ്ചയുടെ ഭാഗമായി മറ്റു ഭാരതത്തിന്റെ പ്രതിനിധികൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. മറ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അനുബന്ധരായ നയതന്ത്ര പ്രതിനിധികളെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുക ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ മറ്റു ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ പീഡന നയം അവിടെ നടക്കുന്നതിനെ മുഹമ്മദ് യൂനുസ് സർക്കാർ അംഗീകരിക്കുന്ന ഒരു നിലപാടിനെയാണ്. സ്വാഭാവികമായും ചരിത്ര നിരാസം ഉൾപ്പെടെ, അതായത് വർഷങ്ങളായി 1971 ഭാരതവുമായി ചേർന്ന് ബംഗ്ലാദേശ് രൂപീകരിക്കുന്ന കാലത്തെ ചരിത്രം തന്നെ റദ്ദാക്കുന്ന നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ബംഗ്ലാദേശിൽ ഇതെല്ലാം ചർച്ചാ വിഷയമാകും, പരാമർശ വിഷയമാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വിഷ്ണു, ശരി. ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.